ലഹരി മാഫിയയെ ചെറുക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കന്നി ബജറ്റിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കുട്ടികൾക്കെതിരായ അക്രമങ്ങൾക്ക് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. ലഹരിക്കെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ലഹരി തടയാൻ എക്സൈസ് ഓഫീസുകളിൽ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ഉറപ്പാക്കും. ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കാൻ ഡാർക്ക് നെറ്റ് നിരീക്ഷണം ശക്തമാക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് സീറോ ടോളറൻസ് നിലപാട്. കുട്ടികൾക്കെതിരായ അതിക്രമം അറിയിക്കാൻ രഹസ്യ സ്വഭാവമുള്ള പോർട്ടൽ സജ്ജീകരിക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. ഇത്തരം കേസുകളിൽ പരാതി അറിയിക്കാൻ രഹസ്യ സ്വഭാവമുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ പോർട്ടൽ എന്നിവ സജ്ജീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പിലാക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ ആക്ഷേപിച്ചാൽ കർശന നടപടി. പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി കൂടുതൽ വനിതകളെ നിയമിക്കും. എടപ്പാൾ, പട്ടാഴി എന്നിവിടങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. നികുതി തട്ടിപ്പ് തടയാൻ ഇന്റലിജൻസ് സംവിധാനത്തെ പരമാവധി ഉപയോഗപ്പെടുത്തും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നതാണ് ഈ ബജറ്റ്. ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നുള്ള സൂചനകൾ. എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.